കൂട്ടുകാർക്ക് നമസ്കാരം. ഞാൻ മെഹർ ആൻഡ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ഖജുറാഹോ ഡ്രീംസ് റിലീസ് ആവാൻ പോവാണ്. അപ്പൊ എന്താണ് ഖജുറാഹോ ഡ്രീംസ് പ്രേക്ഷകർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്? ശ്രീനാഥ് ബാസിയാണ് ഇതിലെ ഹീറോ ആയിട്ട് വരുന്നത്. അല്ല, ബാസി ഇന്ന് ആക്ച്വലി കുറച്ച് തിരക്കിലായത് കാരണം കൊണ്ടാണ് ബാസി കണ്ടിട്ട് അടുത്ത പടത്തില് രണ്ട് പടം റിലീസ് ഒരേ സമയം രണ്ട് സിനിമ. ഞങ്ങള് അങ്ങനെ ഹീറോ ഒന്നും ഇല്ല കേട്ടോ. നമ്മളെല്ലാവരും പരിപാടിയായിരുന്നു. ഒരുമിച്ച് ഒരു യാത്ര ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കളുടെ കഥയാണത്. അങ്ങനെ അവർ യാത്ര ചെയ്യുന്നതും അവിടെ പോയിട്ടുള്ള സംഭവ വികാസങ്ങളും 5 വണ്ടിയിൽ പോയ 6 പേരല്ലേ? 4 പേര് 5 പേര് 4 വണ്ടിയിൽ 5 പേര് പോയിട്ട് 4 വണ്ടിയിൽ 10 ആളായിട്ട് തിരിച്ചു വന്ന ഒരു സിനിമയുടെ കഥയാണ് നമ്മള്. അപ്പൊ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇതൊക്കെ കട്ട് ചെയ്യട്ടെ പ്ലീസ്. എന്റെ ഒരു സന്തോഷം കൊണ്ട് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്പെഷ്യൽ ആവാൻ ഒരു കാരണം ഉണ്ടാവും. അപ്പം എന്താണ്? ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ് സ്പെഷ്യൽ. പിന്നെ കുറെ സ്ഥലങ്ങളിൽ പോയി മാറി മാറി ഷൂട്ട് ചെയ്ത സിനിമയാണ്. അങ്ങനെ കുറെ ലൊക്കേഷൻസ് മാറി മാറി പോയിട്ടുണ്ട്. കുറെ ദിവസങ്ങളെടുത്ത് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ഇത്രയും ഡിലേ ആയി. അതിലെല്ലാം ആക്ച്വലി ഞങ്ങൾ വളരെ എന്താ പറയുക, ഇത്ര ഡിലേ ആയപ്പോഴും ഞങ്ങളത് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, നമുക്കിത് വന്ന് റിലീസാകും. ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്തിരുന്ന സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഇത് അവസാനം വരുന്നതിൽ ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മൾ ഇതിന്റെ ട്രെയിലർ ഒക്കെ കാണുമ്പോൾ ഒരു യൂത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഇതൊരു യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള അന്ന് യൂത്ത് ആയിരുന്നു, ഇപ്പൊ പോത്താണ്. അപ്പൊ എത്ര വർഷം മുന്നുള്ള സിനിമയാ? 6 വർഷം. 2019 തുടങ്ങിയത്. 2019 തുടങ്ങിയതാണ്. 2022 നമ്മൾ ഷൂട്ട് അവസാനിച്ചത്. അതങ്ങനെയല്ല കേട്ടോ. ഇത് ഇത്രയും ലൊക്കേഷൻസ് ഉണ്ട്, ഇതിന് പെർമിഷൻസ് ഉണ്ട്. പിന്നെ ഇത്രയും പോയ സ്ഥലങ്ങളിൽ നമുക്ക് വീണ്ടും ഒന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും അവിടെ പോകുന്നു. 2-3 വർഷം ലോക്ക്ഡൌൺ കടന്നു. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് റിലീസാവാൻ വേണ്ടി, ഇതിന്റെ വർക്ക് തീരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സമയം എടുത്തു. അത് സാധാരണ എല്ലാ സിനിമകളിലും എടുക്കുന്ന പോലത്തെ പരിപാടിയാണ്. പക്ഷെ ഇത്രയും ഒരു കോവിഡ് ടൈമിന് മുമ്പ് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ കോവിഡ് കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയുള്ളൂ എന്നുള്ള ആ ഒരു സിറ്റുവേഷനുള്ളൂ ഈ പടത്തിന്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര സമയം ഞങ്ങൾ കഴിഞ്ഞല്ലോ. ഞങ്ങൾ എപ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇതിലേക്ക് എത്തുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഈ ഒരു പടമാണ് എനിക്കിങ്ങനെ ഇറങ്ങാനായിട്ട് ഇതുണ്ട്. അപ്പോൾ അത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര സന്തോഷം. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ക്യാരക്ടർ ഇത് വെറൈറ്റി ക്വസ്റ്റ്യൻ ആണല്ലോ. അങ്ങനെയല്ല, ഒരു ക്യാരക്ടറിന് ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ. ക്യാരക്ടറിന്റെ ക്യാരക്ടർ ഒരു ക്യാരക്ടറിന് ഒരു നേച്ചർ ഉണ്ടാവുമല്ലോ. മറ്റേ പുള്ളിക്കാരി പോലും ചോദിച്ചല്ലോ, ചോപ്ര പോലും ചോദിച്ചല്ലോ അല്ലേ? ഭയങ്കര ക്വസ്റ്റ്യൻ ആയി പോയി. എന്തൊക്കെ ക്യാരക്ടർ ഉണ്ടോ? രണ്ട് പേരിലാണ് എന്റെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ചെറിയൊരു കഫേക്ക് ആയിട്ട് നടക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്പേസിൽ പെട്ടെന്ന് ഇവൻ ഈ ടൂറ് പോയി വന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുകയും, ഇവർക്ക് തന്നെ പ്രത്യേകിച്ച് ഓരോ പ്രോബ്ലങ്ങളൊക്കെ ആയിട്ട് നാടുവിടാൻ നിൽക്കുമായിരുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ ഞാനും ഒന്ന് നാടുവിടേണ്ട മൂഡായിരുന്നു. ഡിവോഴ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു മൂഡായിരുന്നു. അപ്പൊ ഞാനും ഇവരുടെ കൂടെ നാട് വിടുകയും പിന്നെ അവിടെ ചെല്ലുകയും അങ്ങനെ അവിടെ പോയി പച്ച പിടിക്കാൻ നോക്കുകയും അങ്ങനെ പച്ച പിടിക്കാതെ തിരിച്ചു വരികയും ചെയ്യുന്നതാണ് അതിന്റെ ഒരു. ചേച്ചിയുടെ ക്യാരക്ടർ എന്താണ്? ലോല എന്നാണ് ക്യാരക്ടർ പേര്. ഞാൻ ലീലാന്ന് വിളിച്ചത്. ഞാൻ ലോല ഭയങ്കര പോസ്റ്ററിൽ കാണുന്ന ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ഔട്ട് ഗോയിങ് ആയിട്ടുള്ള, വളരെ ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടിയാന്ന് പറഞ്ഞാൽ ഇവരുടെ ഗാങ്ങില് ഇവരെ നാണായിട്ടാണ് കാണുന്നത്. ആ ഒരു ടൈപ്പാണ് ക്യാരക്ടർ. ഇവരുടെ കൂടെ ഇപ്പൊ ഏത് നേരത്ത് വിളിച്ചാലും ഇറങ്ങി ആ ട്രിപ്പ് പോവാന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ റെഡി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ് പെൺകുട്ടിയാണ്. അപ്പൊ അതാണ് ഇവരുടെ കൂടെ ഞാനും ഈ ട്രിപ്പിന് ഇറങ്ങുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടിയായിട്ട് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ ഇവരെ ബൈക്കിൽ ഓരോ വേറെ പെൺകുട്ടികളായിട്ട് തിരിച്ചു വരുന്ന പരിപാടിക്ക്. ഞാൻ മറ്റേ ഡിവോഴ്സ് ചെയ്ത ഭാര്യനെ കൊണ്ടുവരുന്നത്.
സ്വന്തം ഭാര്യ തന്നെ അതെ. ഡിവോഴ്സ് അങ്ങനെയല്ല. മാരീഡ് ആയിട്ടുള്ള ഒരാള് അപ്പൊ ഡിവോഴ്സ് നിൽക്കുന്ന സമയത്ത് ഈ ട്രിപ്പ് പോകുന്നത്. പക്ഷെ ഈ യാത്രയിൽ ആളും വൈഫും ഒന്നിക്കും. ലാ, ലാ, ലാ. ഫോട്ടോ ശരിയോ? അതെ 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 പ്രധാന സീൻ നമ്മള് കളമശ്ശേരിയിലൊക്കെ മൈസൂര്, പൊള്ളാച്ചി കോയമ്പത്തൂര്, മധ്യപ്രദേശ്, ജയ്പൂർ, മധ്യപ്രദേശ്, ഖജുരാഹോ, ഡൽഹി. ഡൽഹി. കൊറേ സംസ്ഥാനങ്ങള് ഉണ്ട്. സംസ്ഥാനങ്ങൾ. ചേട്ടന്റെ ക്യാരക്ടർ ക്യാരക്ടറിന്റെ പേര് ഗൗതം. ഞങ്ങളാണ് ഇതില് പിന്നെ ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഈ യാത്രയിൽ ഈ പറഞ്ഞ പോലെ ലവ് ട്രാക്ക് ഒരു പരിപാടി പിടിക്കുന്നു. ഒരു IT ജോലിക്ക് പോണ മച്ചാനാണ്. പക്ഷെ അവിടെ വെച്ച് പണിയൊന്നും എടുക്കാത്തതുകൊണ്ട് പുറത്താക്കി വേറെ പണിയൊന്നും ഇല്ലാണ്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് കഥ പറയുന്നത്. അപ്പൊ ഞാൻ ഇഷാന് ഒരു അപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ബാസി വണ്ടി കച്ചവടക്കാരനാണ്, കാർ സെയിൽസ്. അപ്പൊ അങ്ങനെ ബെൻസാ നിക്കണ പക്ഷെ അപ്പൊ അങ്ങനെ നിക്കുമ്പോഴാണ് ഇവൻ പരിപാടി പറയും. എന്ത് കഥ പറയുന്നേ? ഖജുരാഹോയിലുള്ള ഒരു കഥ. അതാണ് ഖജുരാഹോയിൽ ഒരു പ്രത്യേക ഗ്രാമത്തിലേക്ക് പോകുന്നതാണ് നമ്മുടെ കഥ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രാമമാണ്. ഈ പടം കാണണം. കാണണം നിങ്ങൾ. കാണാം. ചേട്ടന്റെ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞ അത്രേ ഉള്ളു പറയാൻ. പോവും. ഓക്കെ 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 ഓക്കെ. ചേട്ടന്റെ ക്യാരക്ടർ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വന്നിട്ട് അവിടുത്തെ ഒരു കഥ പറയാണ്. ഇവനാണ് ഇതിന്റെ സൂത്രധാരൻ. ഇവൻ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ഒരു മച്ചാനായിട്ടാണ്. ട്രാവൽ. അപ്പൊ ഇത് ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഷൂട്ട് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പൊ നമ്മളാണെങ്കിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരൂലേ? സംസ്ഥാനങ്ങളിൽ നമ്മൾ ഒരുപാട് സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. പല പല സംസ്ഥാനങ്ങളായിട്ട് നമ്മള് സംസ്ഥാനം നമുക്ക് അങ്ങനെ പ്രശ്നങ്ങള് എങ്ങും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മള് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, കർണാടക, തമിഴ്നാട്, ഡൽഹി അല്ലേ, ഇത്രയും സ്ഥലങ്ങളാണ്. പിന്നെ കേരള, ഇത്രയും സംസ്ഥാനങ്ങളാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോ അങ്ങനെ വേറെ സംസ്ഥാന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, സംസ്ഥാനം എനിക്ക് കർണാടകരെ എനിക്ക് ഇഷ്ടമല്ല. ശരിക്കും ഖജുരാഹോ എങ്ങനെയുണ്ട്? നൈസ് പ്ലേസ്. ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ടെമ്പിളിൽ പോയതാണ്. അത്രയും വർഷം പഴക്കമുള്ള ഒരു ടെമ്പിളാണ്. അതിന്റെ മറ്റേ കൊത്തുപണികൾ വേറൊരു വേർഷൻ ഉണ്ടല്ലോ അതിന്റെ ടെമ്പിളിലെ കൊത്തുപണികൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. അത് ഡയറക്ടർ സാർ പറഞ്ഞു. പുള്ളി അതിനാണ് ഇൻട്രസ്റ്റ്. യുനെസ്കോ പിന്നെ എന്തോ USPയുടെ കാര്യവും ISI മാർക്ക് അതെന്തോ ഒരു USPയുടെ കാര്യവും പറഞ്ഞായിരുന്നു. അതല്ല, ആക്ച്വലി ആ ടെമ്പിളിൽ ഒരു പ്രത്യേകത ഉണ്ട്. അതിപ്പോ നമ്മളിങ്ങനെ പറയാൻ പാടില്ല. അത് കാണേണ്ട കാഴ്ചയാണ്. അത് അന്നത്തെ കാലത്തെ ഒരു ഇതായിട്ടുള്ള ഒരു ടെമ്പിളാണ്. അപ്പൊ അതിനോട് ചേർന്ന് ഒരു സാങ്കല്പിക ഗ്രാമമാണ്. അങ്ങനെ ഒരു സ്ഥലവും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം കേട്ടോ. അങ്ങനെ സാങ്കല്പിക ഗ്രാമമാണ്. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാവുന്ന ഒരു സങ്കല്പമുണ്ട്. ദേവദാസി സങ്കല്പത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വില്ലേജും ആ വില്ലേജിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നതും ഈ ഖജുരാഹോ ടെമ്പിളിൽ പോകുന്നത് വെച്ചാൽ ഖജുരാഹോ ടെമ്പിളിലേക്കല്ല നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഖജുരാഹോ ഫേമസ് ഫോർ ഈ ടെമ്പിളാണ്. അപ്പോൾ നമ്മൾ ടെമ്പിൾ കാണുന്ന സീനുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. യുനെസ്കോയിലുണ്ടെന്ന് പറയുന്ന സത്യമാണ്. അത്രയും വർഷങ്ങൾ പഴക്കമുള്ളതാണ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ടെമ്പിളാണ്. അതിന്റെ വർക്ക് എല്ലാം ഭയങ്കര അടിപൊളിയാണ്. അതങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. അപ്പം ഇപ്പൊ ഇതിനകത്ത് ചെയ്യുന്ന ക്യാരക്ടർ ഇല്ലേ, ആ ക്യാരക്ടർ ഇക്കായിട്ട് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാ? ഒട്ടും റിലേറ്റ് ചെയ്യാം. എല്ലാം റിലേറ്റ് ചെയ്യുന്നതാണോ ചെയ്യുന്നത്? അങ്ങനെയല്ല, ഒരു എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവുമല്ലോ. ഒരു ലൈക്ക് ഞാൻ ചെയ്യാന്നുള്ള മാത്രമേ എന്റെ കണക്ഷൻ ഉള്ളൂ. ചേച്ചിയുടെ ക്യാരക്ടർ എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല? ഞാനായിട്ട് ഒട്ടും ഇത് ആരുമായിട്ട് റിലേറ്റ് അങ്ങനെ റിലേറ്റ് ചെയ്യുന്ന കഥാപാത്രം ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ ചെയ്ത സിനിമകളിൽ ഏതെങ്കിലും റിലേറ്റ് ചെയ്ത കഥാപാത്രം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ടെന്ന്. അപ്പോ ചിലത് ചിലപ്പോ നമുക്ക് പല സിറ്റുവേഷൻസ് ഒക്കെ ഒരു സീനിലൊക്കെ ചിലപ്പോ നമുക്ക് അത് കണക്ട് ആവുമായിരിക്കും. അതല്ലാതെ അങ്ങനെ വലിയ
ഇല്ല, ഇതെല്ലാരും ഡിഫറെന്റ് ആയിട്ടുള്ളൊരു. ഞാനൊന്നും ഒരിക്കലും ബൈക്ക് റൈഡ് ഒക്കെ ചെയ്ത് അത്രയും ദൂരമൊന്നും പോകുന്ന ടൈപ്പേ അല്ല. പിന്നെ ഈ ഇതില് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അത് പറഞ്ഞു ശരിയാവില്ല. അത് സിനിമ. ഓക്കെ, അപ്പൊ ഞാൻ ചെറിയൊരു സെഗ്മെന്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ 4 പേരിലും ഞാൻ ഓരോ ടാക്സ് പറയുമ്പോൾ അത് ആർക്കാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മതി. ഉറങ്ങല്ലേ? ഓക്കെ, നിങ്ങൾ ആരാണ് ബെസ്റ്റ് ബൈക്കർ? ആണോ? ചേച്ചിനകത്ത് ബൈക്ക് ഓടിക്കുന്ന ഞാൻ ഓടിക്കും. ഞാൻ ഇതിൽ ഓടിച്ചു പിടിച്ചതാ. ഇതിനോട് ബൈക്കർ ആളാ, ഞാൻ ഓടിക്കും. ഓക്കെ, സെറ്റിൽ ഡിലേ ആയിട്ട് വരുന്ന ആൾ? അത് എന്തുകൊണ്ടാ നിങ്ങൾ വന്നിട്ടില്ല അവര്. ആണോ? ഓക്കെ, വന്നാലും ഷൂട്ട് തുടങ്ങാൻ ലേറ്റ് അതെ 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 അതെ. അതെ. നീ എന്താ ഓക്കെ, മടിയൻ കുഞ്ചു? എല്ലാം മടിയന്മാരാണ്. എല്ലാം ഒരു 5 മിനിറ്റ് കിട്ടിയാ ഉറങ്ങാൻ പോകുന്ന ആള്? അത് ഞാനായിരിക്കും. ഷറഫിക്ക. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ആള്? അതെല്ലാവരും ഞാൻ എല്ലാവരും സോഷ്യൽ മീഡിയ ഉണ്ട്. ആക്റ്റീവ് എന്ന് വെച്ചാൽ സ്ക്രോൾ ചെയ്യുന്നല്ല, റീൽ ഇടുന്നല്ലോ. അല്ലല്ല, ഈ ഇതല്ലേ സ്റ്റോറീസ് ഒക്കെ. ഞാൻ ഈ സ്റ്റോറി ഒക്കെ ഇടല്ലേ. ഞാൻ സെൻസിറ്റീവ് ആയിട്ടുള്ളത്? ഇവൻ. അതെന്താ? ധ്രുവൻ സെൻസിറ്റീവിന് ഒരു അമ്പലം മണിയാണെങ്കിൽ അവനാണ് പ്രതിഷ്ഠ. അവന്റെ ഒരു മുണ്ട്, അവന്റെ സ്വന്തമായിട്ടുള്ള ഒരു മുണ്ട് മിസ്സായിട്ട് അവന് കുറെ വഴക്ക്. എന്താ മിസ്സായിട്ട്? മുണ്ട് മിസ്സായിട്ട് വഴക്ക് ചൂടായിട്ടുണ്ട്. ആണോ? റെഡി. അങ്ങനൊന്നുമില്ല കേട്ടോ, ചുമ്മാ പറഞ്ഞതാ. കുരുട്ട് ബുദ്ധി? അതെന്താ അങ്ങനെ? ഫണ്ണായിട്ട് പറഞ്ഞു. അല്ല, നമുക്ക് ഷൂട്ടിന് എന്തെങ്കിലും പരിപാടികളൊക്കെ പെട്ടെന്ന് എന്താ പറയാ, പിന്നെ നാളത്തേക്ക് അവിടെ നമ്മൾ അത്ര ഫ്രീഡം ഉണ്ട് കേട്ടോ. അതെ അതെ. ഓക്കെ, കലിപ്പൻ? ഒക്കെ കലിപ്പന്മാര് തന്നെയാ ചിലര്. കലിപ്പന വന്നിട്ടില്ല. ശരിയാ, വന്നിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പം ഷർഫിക്ക ഇപ്പം നോക്കുകയാണെങ്കിൽ പടക്കളം, അത് കഴിഞ്ഞിട്ട് ഡിറ്റക്റ്റീവ് ഒക്കെ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള മൂവീസ് ആയിരുന്നു. അപ്പൊ ആ ഒരു ഗ്രാഫിൽ ഇത് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഖജുറാഹോ ഡ്രീംസ്? ആക്ച്വലി അതിനേക്കാളും മേലെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഖജുറാഹോ ഡ്രീംസിന്റെ ഒരു പ്ലോട്ട് വൈസ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയത് കാരണം കൊണ്ട് തന്നെ എല്ലാവരും വന്ന് അത് വർക്കാകാവുന്ന ഒരു ഹ്യൂമർ പരിപാടികളെല്ലാം ഉണ്ട്. പിന്നെ ഈ ബൈക്ക് റൈഡിങ് എന്ന് പറഞ്ഞ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്രഷ് ഐഡിയ ആയത് കാരണം കൊണ്ടും ഞാൻ അതിൽ പോസിറ്റീവായിട്ട് തന്നെയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഈ ഒരു സോങ്ങും ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോ എനിക്കാണെങ്കിൽ ഒരുപാട് സിനിമകളിൽ നിന്നുള്ള ഒരു റെഫറൻസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തോന്നി. അപ്പൊ ഏതെങ്കിലും സിനിമയിൽ നിന്നുള്ള റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ? ഉണ്ട്, അത് ഓർമ്മയില്ല. കുറെ എടുത്തിട്ടുണ്ടായിരുന്നു. 6 വർഷം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ പുതിയ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് പുതിയ വിശേഷം? ഖജുറാഹോ ഡ്രീംസ് ആണ്. ഖജുറാഹോ ഡ്രീംസ് അല്ലാത്ത പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഖജുറാഹോ ഡ്രീംസ് 5-ാം തീയതിയാണ് റിലീസ്. ഖജുറാഹോ ഡ്രീംസ് അല്ലാത്ത വിശേഷം എന്താണ്? നമ്മളെല്ലാവരും ഓരോ സിനിമകളൊക്കെ ഷൂട്ട് നടക്കുന്നു, അങ്ങനെയൊക്കെ പോകുന്നു. ക്രിസ്മസ് വരാറായി, ന്യൂ ഇയർ, അതിനുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തു. ഓക്കെ, അപ്പം ഡിസംബർ 5-ാം തീയതി ഇറങ്ങാൻ പോകുന്ന ഖജുറാഹോ ഡ്രീംസിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.